നമസ്കാരം. ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ ബന്ദി മോചനത്തിനും സഹായ വിതരണത്തിനുമുള്ള നീക്കം തകൃതിയായി നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതോടെ ബന്ദി മോചനവും തടവുകാരുടെ കൈമാറ്റവും ഉൾപ്പെടെ തുടർ നടപടികൾക്കായുള്ള മുന്നൊരുക്കം ഊർജിതമാക്കി. കരാർ പ്രകാരമുള്ള മേഖലകളിലേക്ക് ഇസ്രായേൽ സൈന്യം ഇന്നലെ മാറി 72 മണിക്കൂറിനുള്ളിൽ ബന്ദിമോചനം അടക്കമുള്ള കരാറിലെ മറ്റ് വ്യവസ്ഥകൾ ഹമാസ് പാലിക്കും. ഫലസ്തീനിയൻ തടവുകാരെ ഇസ്രായേലും വിട്ടയക്കും. ഗാസയിലേക്ക് പ്രതിദിനം 600 ട്രക്കുകൾ ഇസ്രായേൽ അനുവദിക്കുമെന്നാണ് റിപ്പോർട്ട്. നാളെ മുതൽ ഭക്ഷ്യവസ്തുക്കൾക്കും മരുന്നുകൾക്കും പുറമെ താൽക്കാലിക പാർപ്പിട സംവിധാനങ്ങളും ഇന്ധനവും ഗാസയിലേക്ക് അയക്കുവാൻ അനുമതി ലഭിച്ചതായി UN ഏജൻസികൾ അറിയിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഞായറാഴ്ച വൈകിട്ട് ഇസ്രയേലിലെത്തും. തിങ്കളാഴ്ച ഹമാസ് വിട്ടയക്കുന്ന 20 ബന്ദികളെ ട്രംപ് സ്വീകരിക്കും. തുടർന്ന് കൈറോയിലെത്തി വെടിനിർത്തൽ കരാർ ചടങ്ങിൽ സംബന്ധിക്കും. ഹമാസ് നൽകിയ പട്ടിക പ്രകാരം ചില പലസ്തീൻ തടവുകാരെ വിട്ടയക്കാൻ കഴിയില്ലെന്നാണ് ഇസ്രയേലിന്റെ വാദം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി മധ്യസ്ഥ രാജ്യങ്ങൾ ഇടപെട്ട് പരിഹരിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇതിനിടെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ 10,000-കണക്കിന് ഫലസ്തീനികൾ വടക്കൻ ഗാസയിലേക്കുള്ള യാത്രയിലാണ്. 2 വർഷത്തിനിടെ നിർത്താതെയുള്ള ഓട്ടത്തിനൊടുവിൽ വീണ്ടും ആട്ടിയോടിക്കപ്പെടില്ലെന്ന പ്രതീക്ഷയിലാണ് ഫലസ്തീനികളുടെ മടക്കം. യുദ്ധം പൂർണ്ണമായും അവസാനിച്ചിട്ടില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും സൈനിക മേധാവിയും കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. ഗാസയിൽ ഇസ്രായേൽ കൊന്നുതള്ളിയ 130 പേരുടെ മൃതദേഹങ്ങൾ ഇന്നലെ കണ്ടെടുത്തു. ഇതിൽ 93 മൃതദേഹങ്ങളും ഗാസ സിറ്റിയിൽ നിന്നാണ് ലഭിച്ചത്. ഇതിനിടെ വെടിനിർത്തൽ പദ്ധതിയുടെ മേൽനോട്ടത്തിന് എന്ന പേരിൽ US സൈനികരുടെ പങ്കാളിത്തത്തോടെ ഇസ്രായേലിൽ സിവിൽ സൈനിക കേന്ദ്രം തുറക്കും. 200 US സൈനികരെ ഇതിനായി ഇസ്രായേലിലേക്ക് നിയോഗിക്കുമെന്നാണ് US സെൻട്രൽ കമാൻഡ് അറിയിച്ചത്. 2 വർഷം നീണ്ട യുദ്ധത്തിന് താൽക്കാലിക വിരാമമിട്ട് ഗാസയിൽ വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഇസ്രായേൽ സർക്കാരും ഹമാസും അംഗീകരിച്ച കരാറിന്റെ ഭാഗമായി ഇസ്രായേൽ സൈന്യം പിൻവാങ്ങാൻ തുടങ്ങിയതോടെ തെക്കൻ ഗാസയിലേക്ക് പലായനം ചെയ്ത ആയിരക്കണക്കിന് ഫലസ്തീനികൾ കുടുംബങ്ങൾ ഇത്തരത്തിൽ വടക്കൻ ഗാസയിലേക്ക് മടങ്ങുവാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ കരാറിന്റെ പ്രധാന ഘടകങ്ങളെന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ രൂപീകരിച്ച സമാന പദ്ധതിയുടെ 1ാം ഘട്ടത്തിലാണ് ഇസ്രായേൽ സർക്കാർ അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇസ്രായേൽ മന്ത്രിസഭ ഒക്ടോബർ 10 പുലർച്ചെ ഈ തീരുമാനം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. കരാറിലെ പ്രധാന വ്യവസ്ഥകൾ എന്ന് പറയുന്നത് സൈനിക പിന്മാറ്റം. ഗാസയിലെ നിശ്ചിത മേഖലയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങി കരാറിൽ അംഗീകരിച്ച ലൈനിന് പിന്നിലേക്ക് മാറും. ഇത് 24 മണിക്കൂറിനുള്ളിൽ നടപ്പിലാക്കും എന്നാണ് ഈ റിപ്പോർട്ടുകളിൽ പറയുന്നത്. ബന്ദികളെ മോചിപ്പിച്ചതിനു ശേഷം ഗാസയുടെ ഏകദേശം 53% ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കും. ഇനി ബന്ദി കൈമാറ്റം. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസിന് 72 മണിക്കൂർ സമയം അനുവദിച്ചിരിക്കുകയാണ്. ഇസ്രായേലി ബന്ദികളെ ഒക്ടോബർ 13 മോചിപ്പിക്കുമെന്നാണ് നിലവിലെ വിവരം. ഇനി ഹമാസ് മോചിപ്പിക്കുന്നത് ജീവിച്ചിരിക്കുന്ന 20 ബന്ദികളെ കൂടാതെ ബാക്കിയുള്ള ബന്ദികളുടെ മൃതദേഹങ്ങളും ഉൾപ്പെടെ ആകെ 48 പേരെയാണ്. പിന്നീട് പകരമായിട്ട് ഈ ഇസ്രായേൽ തടവിലാക്കപ്പെട്ട പലസ്തീനികളെ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങളും ഒക്കെ കൈമാറും. ഇനി ഹമാസിന്റെ നിലപാട് പറഞ്ഞാൽ വെടിനിർത്തലിന്റെ ആദ്യഘട്ടം ഗാസയിലെ യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിച്ചു എന്ന് അർത്ഥമാക്കുന്നുവെന്ന് അമേരിക്കയിൽ നിന്നും മധ്യസ്ഥരിൽ നിന്നും ഉറപ്പുകൾ ലഭിച്ചതായി ഹമാസ് ചർച്ചാ സംഘത്തലവൻ ഖലീൽ അൽ-ഹയ്യ അറിയിച്ചു. ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പൂർണ്ണമായി പിന്മാറണമെന്ന ആവശ്യത്തിൽ ഹമാസ് ഉറച്ചു നിൽക്കുന്നുണ്ട്. യുദ്ധത്തിലുണ്ടായത് കനത്ത നഷ്ടമാണ്. ഈ കരാർ പ്രകാരമുള്ള നടപടികൾ പുരോഗമിക്കുമ്പോഴും യുദ്ധം ഗാസയിൽ വരുത്തിവെച്ച നഷ്ടം അതിഭയങ്കരമെന്നാണ് റിപ്പോർട്ടുകൾ. ഇനി കൊല്ലപ്പെട്ടവരുടെ കണക്കെടുത്താൽ 2023 ഒക്ടോബർ മുതൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 67,194 പേർ കൊല്ലപ്പെടുകയും 1,69,890 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആയിരക്കണക്കിന് പേർ ഇപ്പോഴും തകർന്ന കെട്ടിടങ്ങൾക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് കരുതപ്പെടുന്നത്. ഇസ്രയേലിലെ നഷ്ടമെന്ന് പറയുന്നത് 2023 ഒക്ടോബർ 7 ആക്രമണങ്ങളിൽ ഇസ്രയേലിൽ 1,139 പേർ കൊല്ലപ്പെടുകയും ഏകദേശം 200 പേരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു. വലിയൊരു മാനുഷിക ദുരന്തം തന്നെയാണ്. കാരണം പോഷകാഹാരക്കുറവ് മൂലം കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഒരു കുട്ടിയടക്കം 4 പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഗാസയിലെ മൊത്തം മരണസംഖ്യയിൽ 440 പേർ പട്ടിണി മൂലം മരിച്ചവരാണ്. ഈ വെടിനിർത്തൽ കരാർ ശാശ്വതമായ സമാധാനം കൊണ്ടുവരുന്നുള്ള ഒരു വലിയ പദ്ധതിയുമായി എങ്ങനെ യോജിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇനിയും വ്യക്തമല്ല. യുദ്ധം പൂർണ്ണമായും അവസാനിക്കുമെന്ന് ഹമാസ് വിശ്വസിക്കുമ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ ഒരു നീക്കങ്ങൾക്കെതിരെ തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികളിൽ നിന്ന് കടുത്ത പ്രതിഷേധം നേരിടുന്നുണ്ട്. കരാറിന്റെ ആദ്യഘട്ടം നിലവിൽ വന്നത് ഇരുവശത്തുമുള്ളവർക്ക് വലിയ ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും ബന്ദികളുടെ പൂർണ്ണമായ മോചനം, സൈന്യത്തിന്റെ പൂർണ്ണമായ പിന്മാറ്റം, ഗാസയുടെ ഭാവി ഭരണം തുടങ്ങിയ നിർണായക വിഷയങ്ങളിൽ വ്യക്തത വരാനുണ്ട്. ഈ സമാധാന ശ്രമങ്ങളെ അമേരിക്കൻ സെൻട്രൽ കമാൻഡിലെ 200 ഉദ്യോഗസ്ഥരടങ്ങിയ അന്താരാഷ്ട്ര സേനയാണ് നിരീക്ഷിക്കുക. ഇതിനിടെ ബന്ദിമോചന കരാറിന്റെ ഭാഗമായി ഹമാസ് ആവശ്യപ്പെട്ട
ഫതഹ് നേതാവ് മർവാൻ ബർഗൂദി അടക്കമുള്ളവരുടെ വിട്ടയക്കണമെന്ന ആവശ്യം ഇസ്രയേൽ നിരസിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. ബർഗൂദിക്ക് പുറമെ ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഖസം ബ്രിഗേഡുകളിലെ ചില മുതിർന്ന കമാൻഡർമാരെയും വിട്ടയക്കില്ലെന്നും ഇസ്രയേൽ വ്യക്തമാക്കിയതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു. ജീവപര്യന്തം തടവ് അനുഭവിക്കുന്ന 10 പലസ്തീൻ തടവുകാരുടെ പേരുകൾ ചേർക്കാൻ ഇസ്രയേൽ സമ്മതിച്ചതായും ഈ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഗാസയിൽ ഇപ്പോഴും തടവിലാക്കപ്പെട്ട ഇസ്രയേലി തടവുകാരെ വിട്ടയക്കുന്നതിന് പകരമായി ഇസ്രയേൽ നീതിന്യായ മന്ത്രാലയം 250 പലസ്തീൻ തടവുകാരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതിലും മാർവാൻ ബർഗൂദിയുടെ പേര് ഇല്ലായിരുന്നു. ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ പിന്തുടർച്ചക്കാരനാകാൻ സാധ്യതയുള്ള ഈ നേതാവാണ് ഫതഹ് നേതാവ് മാർവൽ ബർഗൂദി. ബർഗൂദി ദീർഘകാലമായിട്ട് ഇസ്രയേലിൽ തടവിൽ കഴിയുകയും ജീവപര്യന്ത തടവ് അനുഭവിക്കുകയും ചെയ്യുകയാണ്. ഫലസ്തീൻ സംഘടനകൾ അദ്ദേഹത്തിന്റെ മോചനത്തിനായി നിരവധി തവണ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഒരു സാഹചര്യത്തിലും അദ്ദേഹത്തെ മോചിപ്പിക്കുവാൻ ഇസ്രയേൽ തയ്യാറായിട്ടില്ല. പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പലസ്തീൻ നേതാവ് അഹ്മദ് ആസാദ്, ഹമാസ് നേതാക്കളായ ഇബ്രാഹിം ഹാമിദ്, ഹസൻ സലാമ എന്നിവരടക്കം മോചിപ്പിക്കണമെന്ന് ഈ ഹമാസ് ആവശ്യപ്പെട്ടിരുന്നു. ജീവപര്യന്ത തടവ് ശിക്ഷ അനുഭവിക്കപ്പെടുന്ന 250 പലസ്തീൻ തടവുകാരിൽ 100 പേർക്ക് അധിനിവേശ വെസ്റ്റ് ബാങ്കിലേക്കും 5 പേർക്ക് ജെറൂസലമിലേക്ക് പോകാൻ അനുവാദമുണ്ടെന്ന് ഇസ്രയേലി ആർമി റേഡിയോയെ ഉദ്ധരിച്ച് അൽ ജസീറ അറബിക് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഗാസയിൽ 48 ഇസ്രയേലി തടവുകാരുണ്ടെന്നും അതിൽ 20 പേർ ജീവിച്ചിരിപ്പുണ്ട് എന്നുമാണ് ഇസ്രയേൽ പറയുന്നത്. അതേസമയം 11,100-ലധികം പലസ്തീനുകൾ ഇസ്രയേലി ജയിലുകളിൽ തടവിലാക്കപ്പെട്ടിട്ടുണ്ട്. പീഡനവും പട്ടിണിയും മതിയായ ചികിത്സയും ലഭിക്കാതെ തടവുകാർ കഷ്ടപ്പെടുകയാണ്. പലരും ഇസ്രയേൽ ജയിലുകളിൽ കൊല്ലപ്പെട്ടുവെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഗാസയിൽ ഇസ്രയേൽ സൈന്യം വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. ഗാസയിൽ വെടിനിർത്തൽ നടപ്പാക്കുക, ഏകദേശം 2000 പലസ്തീൻ തടവുകാരെ വിട്ടയക്കുക, ഗാസ മുനമ്പിൽ നിന്നും ഇസ്രയേൽ സൈന്യത്തെ ക്രമേണ പിൻവലിക്കുക തുടങ്ങി കരാർ ഇസ്രയേലും ഹമാസും അംഗീകരിച്ചതായി US പ്രസിഡന്റ് ട്രംപാണ് പ്രഖ്യാപിച്ചത്. കരാർ പ്രകാരം 2023 ഒക്ടോബർ 7 മുതൽ ഗാസയിൽ നിന്ന് അറസ്റ്റിലായ 1700 തടവുകാരെയും ജീവപര്യന്ത തടവിന് ശിക്ഷിക്കപ്പെട്ട 250 തടവുകാരെയും ഇസ്രയേൽ മോചിപ്പിക്കുമെന്നാണ് അനഡോലു വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. മരിച്ച ബന്ദികളുടെ മൃതദേഹങ്ങൾ ഇസ്രയേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്മാറുന്ന മുറയ്ക്ക് വിട്ടു നൽകുമെന്ന് ഫലസ്തീൻ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ബന്ദികളെ മോചിപ്പിക്കാൻ കഴിയുമെന്ന് ഒരു ഇസ്രയേലി ഉദ്യോഗസ്ഥനും പ്രതികരിച്ചു. തിങ്കളാഴ്ച മുതൽ ബന്ദികളെ മോചിപ്പിക്കാൻ തുടങ്ങുമെന്നാണ് വൈറ്റ് ഹൌസിന്റെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.